പെപ്പർ ചിക്കൻ ഉണ്ടാക്കുന്ന വിധമാണ് കാണിക്കുന്നത്. ഇതിനായി 750 ഗ്രാം ചിക്കൻ ചെറുതായി മുറിച്ചതെടുത്ത് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നാരങ്ങാനീര് ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് മാറ്റിവെക്കാം. ഇനി 3 ടേബിൾ സ്പൂൺ കുരുമുളക്, ഒരു 7 ഗ്രാമ്പു, 1/2 ടീസ്പൂൺ പെരുംജീരകം, 1/2 ടീസ്പൂൺ ജീരകം, ഇതെല്ലാം കൂടെ നന്നായി ഒന്ന് ചതച്ചെടുക്കുക. ഒത്തിരി പൊടിഞ്ഞു പോകണ്ട. പിന്നീട് ഒരു പാൻ ചൂടാക്കി അതിലേക്ക് എണ്ണ ഒഴിച്ച് കുറച്ച് കറിവേപ്പില ഇട്ട് മൂക്കുമ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് നന്നായി ഒന്ന് ചതച്ചെടുത്തത് 1 ടേബിൾ സ്പൂണോളം നമുക്ക് ഈ എണ്ണയ്ക്കകത്തിട്ട് വഴറ്റിയെടുക്കാം. അത് വഴന്നതിന് ശേഷം 1/2 കപ്പ് സവാള അരിഞ്ഞത്, ഒത്തിരി ചെറുതായിട്ടല്ല, ഒരു മീഡിയം സൈസിൽ അരിഞ്ഞതെടുത്ത് നമുക്ക് ഇതിൻ്റെ കൂടെ ഇട്ട് വഴറ്റാം. ഇതൊന്ന് വഴന്നതിന് ശേഷം നമുക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നീട് 2 ഉണക്കമുളക് ചെറുതായി മുറിച്ചതിട്ട് നന്നായി ഒന്ന് വറുത്തെടുക്കാം. ഇതിലേക്ക് ചതച്ച് വച്ചിരിക്കുന്ന കുരുമുളക്, ജീരകം, പെരുംജീരകം എല്ലാം കൂടെ ഇട്ട് നന്നായി ഒന്ന് അതിൻ്റെ പച്ചമണം മാറുന്ന പോലെ നന്നായി വഴറ്റാം. ഒത്തിരി തീ കൂട്ടിയിടണ്ട, ലോ ഫ്ലെയിമിൽ മതി. പിന്നീട് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. മല്ലിപ്പൊടിയുടെ പച്ചമണമൊക്കെ മാറുന്ന പോലെ നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് ചിക്കൻ പീസസ് ഇട്ട് നന്നായി ഇളക്കണം. ആ മസാലയെല്ലാം ഈ പീസിലേക്ക്, ഓരോ പീസിലേക്കും നന്നായി പിടിക്കുന്നത് പോലെ ഇളക്കിയെടുക്കാം. അര ടീസ്പൂൺ ഉപ്പ് കൂടി ചേർക്കാം. ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കണം, ഇതിൻ്റെ കൂടെ ചേർക്കണം. കുരുമുളകാണ് ഇതിന് എരിവും രുചിയും നൽകുന്നത്. അത് ആവശ്യത്തിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. അത് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം 1/2 കപ്പ് ചെറുതായി അരിഞ്ഞ തക്കാളി ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിങ്ങനെ നന്നായി എല്ലാം കൂടെ ചേർത്ത് ഒന്ന് ഒതുക്കി വെച്ചിട്ട് ഇങ്ങനെ തന്നെ ഒരു 5 മിനിറ്റ് നേരത്തേക്ക് തക്കാളി വേവുന്നത് വരെ നമുക്ക് ചൂടാക്കിയെടുക്കാം. അപ്പോൾ അതിലെ വെള്ളമെല്ലാം ഇറങ്ങും. കുറച്ച് വെള്ളം കൂടി വേണം, ചിക്കൻ വേവണം, ഇതുവരെ വെന്തിട്ടില്ല. അത് ഒരു 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് ഒരു 5 മിനിറ്റ് കൂടുമ്പോൾ ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം. പിന്നീട് 15 മിനിറ്റ് കഴിഞ്ഞ് നമ്മളതെടുത്ത് അടപ്പ് തുറന്ന് നോക്കുമ്പോൾ കുറച്ച് വെള്ളം കാണും. അത് ആ വെള്ളം വറ്റുന്നത് വരേക്കും നമ്മൾ ഇളക്കി എടുക്കണം.
ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ ചേർത്ത് കുറച്ച് കറിവേപ്പിലയും 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ചേർത്ത് ഒന്നുകൂടി നന്നായി മിക്സ് ചെയ്യാം. അവസാനം കുറച്ച് ഗരം മസാല, ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് നന്നായി ഇളക്കിയെടുക്കണം. ഇപ്പോൾ വെള്ളമെല്ലാം വറ്റി നല്ല പാകത്തിന് ആയിട്ടുണ്ട്. നമ്മുടെ പെപ്പർ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് വിളമ്പാനുള്ള ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്.